ഹലോ ഗൈസ്, ഞങ്ങളടുത്ത റൂമിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്താ ഇതാണ് ഞങ്ങളടുത്ത റൂം. വൃത്തി വളരെ കുറവാണ്. കാണിച്ചു തരാം, ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഇല്ല, ഫാനുണ്ടോ? ഫാനിൽ അങ്ങനെ പൊടി മാത്രമാണ്. അത് മാത്രമല്ല, ഈ ഫാന് കറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഇത് നമ്മൾ കിടക്കുന്ന ഇതിലൊക്കെ ഇതാണ് കണ്ടില്ലേ, ഈ തെറിക്കുന്നത് മുഴുവൻ ഇതെന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം കണ്ടില്ലേ, നോക്കി നോക്കി ആരൊക്കെയോ റൂം എടുത്ത് കണ്ണാടിയിൽ ഇറക്കി ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരുമാതിരി ഒരു ഊള റൂം. 500 രൂപ ചാർജ്. അപ്പോൾ ഞങ്ങൾ മൂകാംബികയിലേക്ക് ബസ് കയറിയിരിക്കുകയാണ്. നമ്മൾ ആ റൂമിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മറ്റുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്ക്. ബസ് സ്റ്റാൻഡ് താഴെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്, മേലെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ താഴെ ചോദിച്ചപ്പോൾ അവർ മേലെയുള്ള ബസ് സ്റ്റാൻഡിലാണ് മൂകാംബികയ്ക്കുള്ള ബസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേലെയുള്ള ബസ് സ്റ്റാൻഡിൽ വന്നു. അങ്ങനെ ഈ ബസ് കിട്ടി. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ മൂകാംബികയിലേക്ക് ഇതാ ബസ് എടുത്തു കഴിഞ്ഞു. ഈ കാണുന്നതാണ് ഉടുപ്പിയിലെ ബസ് സ്റ്റാൻഡ്, അതായത് മേലെയുള്ള ബസ് സ്റ്റാൻഡ്. ഇതിന് താഴെ അപ്പുറത്ത് വേറൊരു ബസ് സ്റ്റാൻഡുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അംബരീഷേട്ടൻ പ്രസാദം വാങ്ങിക്കാൻ പോകുന്നതാണ്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഉണ്ണിയപ്പം. ഉണ്ണിയപ്പല്ല, ലഡു. അംബരീഷേട്ടൻ പ്രസാദം വാങ്ങിച്ച് നടക്കുകയാണ്. മൂലപ്രകൃത്യാത്മികേ ത്രയംബികേ ത്രൈലോക്യരക്ഷാമണേ പരാഗോദേ സൈഡ് രഥം വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
എനിക്കറിയില്ല. പശു 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 വാ വാ. ഒരെണ്ണം 80 രൂപ, ഒരെണ്ണം 120 രൂപ കേട്ടോ. 120 രൂപ, 80 രൂപ. അങ്ങനെ നമ്മൾ മൂകാംബികയിൽ ക്ഷേത്രത്തിലെല്ലാം തൊഴുതി പുറത്തിറങ്ങി. അപ്പോൾ ഫുഡ് രാവിലെ മുതൽ കഴിച്ചിട്ടില്ല. അപ്പോൾ സമയം ഏകദേശം 11:45. ഇവിടുത്തെ ഹോട്ടലിൽ നിന്നൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പപ്പടം, ചപ്പാത്തി, ചോറ്, രസം, ഇത് കേസരി ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഡാലാ? ദാൽ എന്നാണ് പറയുന്നത്. चपाती കുർമ, दाल ദാല്, दही रसम രസം, स्वीट rice, राइस पापड़ चपाती विथ पिकल्स. അതെ, ഇത്രയും ഐറ്റംസ് ആണ് പറയുന്നത്. 90 രൂപയുള്ളൂ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ. അതെ, കേരളത്തിൽ നിന്നായതുകൊണ്ട് 10 രൂപ കുറച്ചിട്ടാണ് തരുന്നതെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല അല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ വന്നിട്ട് ഇതാ മസാല ദോശ അല്ലേ? അതെ, അതും സെയിം റേറ്റ് തന്നെയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ക്ഷേത്രത്തിൽ അതാ കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രം. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞ് ഇതാ ഈ കാണുന്ന ഹോട്ടലിൽ ഫുഡും കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ കുടജാദ്രിയിലേക്കുള്ള യാത്രയിലാണ്. ഇതാ ഈ ജീപ്പിൽ പോകാനുള്ള പ്ലാനാണ്. 8 പേരുണ്ടെങ്കിലേ ആ ജീപ്പ് പുറപ്പെടുള്ളൂ. ഏകദേശം 3800 രൂപയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ 8 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 470 അങ്ങനെ എന്തോണ് അവർ പറഞ്ഞത്. 470 ഒരാൾക്ക് ഷെയർ ഇട്ടിട്ട് 8 പേരാവുന്നത് വരെ. ഇതപ്പോൾ അവിടെ ഓൾറെഡി ഒരു 4 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരായി. ഇനി ഒരു 2 പേര് കൂടി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ജീപ്പ് കുടജാദ്രിയിലേക്ക് യാത്രയാവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ പുറപ്പെടുകയാണ്. 8 പേരാണ് ഒരു ജീപ്പിൽ. പക്ഷേ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഒരു 7 പേര് ശരിയായി. ഒരാളുടെ ഇത് ഞങ്ങളെല്ലാവരും കൂടി എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളിവിടുന്ന് യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ കുടജാദ്രി യാത്രക്കിടയിൽ ജീപ്പ് ഇപ്പോൾ നുപ്പൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. എന്താ ലേറ്റ്, ഭയങ്കര ലേറ്റ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നും പറഞ്ഞ് ഇപ്പോൾ ഡ്രൈവറൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എവിടെയും കടയില്ല, ടൗണില്ല. അപ്പോൾ ഈ നുപ്പൂര് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം. 10 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടിട്ട് ഇനി ഇവിടുന്ന് പോകാനാണ്. അപ്പോൾ നമ്മൾ കുടജാദ്രിയിൽ നിന്ന് വരുന്ന വഴി ആദ്യം ഒരു അരമണിക്കൂറൊക്കെ കൊടും കാടും മലയും അല്ലേ, ആ ഒരു രീതിയിലായിരുന്നു. അതിനുശേഷം പിന്നീട് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ കടന്ന് ഇപ്പോൾ ഈ ഒരു ടൗൺ എത്തിയിരിക്കുകയാണ്. അതായത് മൂകാംബികയിൽ നിന്ന് കുടജാദ്രി വരേക്കും കൊടും കാടൊന്നുമല്ല, ടൗണിൽ ഇതുപോലുള്ള ഒരു ചെറിയ ടൗൺ കാര്യങ്ങൾക്കുണ്ട്. ഇതിൻ്റെ ബാക്കിൽ മാട് ചെറിയ പശുവാണ്. ഇതാണ് പശു. ഇവിടെ ഒരാൾ ഇവിടെ ആരും അറിയാതെ ഒന്ന് ഇളനീരൊക്കെ കുടിക്കുന്നു. ഇതാണ് നമ്മൾ വന്ന ജീപ്പ്.
സമയം 2:25. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കുടജാദ്രി. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നടക്കണം, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കണം. ആ കാണുന്ന മല. ഇത് നോക്ക്, കോട നോക്ക്, കോടതാ അടുത്തൂടെ. അടിപൊളി. ഞാൻ ഓടും. നമ്മൾ കുടജാദ്രി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ദുർഘടമായ വഴികളാണ്. കിടക്കാൻ തുടങ്ങിയില്ലേ? ഞാൻ ഓടിയുണ്ട്. യെസ്. ആ ഒന്നും പറയണ്ട. ഓക്കെ. ആ ആദ്യമായിട്ടാണ് വരുന്നത്. പറഞ്ഞോളൂ. ഇതിന് മുന്നേ 2 തവണ ഇതിന് മുന്നേ മൂകാംബിക വന്നിട്ടുണ്ട്. പക്ഷെ 2 തവണയും കുടജാദ്രിയിലേക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അത് വലിയ നഷ്ടമായിരുന്നു എന്ന് ഇപ്പം ശരിക്കും തോന്നുന്നുണ്ട് അല്ലേ? അല്ലേ? പിന്നെ ഈ യാത്രയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഞാനും അക്ഷയും കൂടെ വന്ന ഇതേപോലെ ഒരു യാത്ര മൂകാംബികയ്ക്ക് ഇന്നത്തെ ഇതേ സെയിം ഡേറ്റ് ആയിരുന്നു. അതെ അല്ലേ? അത് ഞങ്ങൾക്ക് മനസ്സിലായി നിന്നായിരുന്നു. അതെ, ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെമ്മറീസ് ഫോട്ടോസ് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതേ ഡേറ്റിലായിരുന്നു ഞങ്ങൾ മൂകാംബികയിൽ 4 വർഷം മുമ്പ് വന്നത്. ആ അതേറെ ടൈം തന്നെ. ഓ ഓ ഒന്നും പറയാനില്ല. ചേട്ടൻ നെല്ലിയാമ്പതി പോയിട്ടുണ്ടോ? ചേട്ടൻ നെല്ലിയാമ്പതി പോയിട്ടുണ്ടോ? നല്ലൊരു ഇറക്കം ശ്രദ്ധിച്ച് നടക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. നോക്കി നടക്കും. നീ ക്യാമറ നോക്കണ്ടോ? വഴി നോക്ക്. അപ്പുറത്ത് വലിയ കുഞ്ഞാണോ? അത് നോക്കാം. അവിടെ ഇറങ്ങി നോക്കിട്ട് കൂവലിന് എനർജി ഇല്ല. നടന്ന് കതച്ച് 1.5 കിലോമീറ്റർ നമ്മൾ ജീപ്പ് ഇറങ്ങിയിട്ട് 1.5 കിലോമീറ്റർ. ക്യാമറ വേറെ സൈഡോ
ആക്കിയതാണ് എങ്ങനെ ആക്കിയതാണെന്ന്. ഗൈസ് അവിടെ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട്, പക്ഷെ കോട കാരണം ഒന്നും അറിയുന്നില്ല, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതാ ഇപ്പോൾ തെളിയുന്നുണ്ട് കുറച്ച് പേര് വരുന്നത്. അയ്യോ ചേട്ടാ, ഇനി എത്ര പേരുണ്ട്? എത്തിയില്ലേ? ഓ എത്താറായി. ഈ അവിടെ നിന്ന് വരണ്ടേ?
ഗൈസ് മഴ പെയ്യുകയാണ് ഗൈസ്. അയ്യോ നല്ല മഴ. ഗൈസ് കാലത്തി മുകളിലിട്ടാ ഇല്ല അങ്ങോട്ട് ഓടിക്കണം. കാട്ടുപോട്ട് ഗൈസ് ഞങ്ങൾ ഈ രാത്രി സമയം 7 മണി ആയിട്ടുള്ളൂ അല്ലേ? പക്ഷെ നല്ല ഇരുട്ടാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേത് സ്ഥലം? ബൈന്ദൂർ. അതായത് ഞങ്ങൾ കുടജാദ്രിയിൽ നിന്ന് ഏകദേശം 4 മണിക്ക് അവിടെ നിന്ന് ജീപ്പ് എടുത്ത് ഒരു 5:45 മൂകാംബിക എത്തി. അവിടെ നിന്ന് 6:15 ലാസ്റ്റ് ബസ് ഈ സ്ഥലം ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ ആ ബസ്സിൽ കയറി ഇപ്പോൾ ഏകദേശം 7 മണിക്ക് ഞങ്ങൾ ബൈന്ദൂർ എത്തി. ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് നടക്കണം. 1/2 കിലോമീറ്റർ ഒന്നുമല്ല, 650 മീറ്റർ. അത് ഗൂഗിൾ മാപ്പിൽ കാണിച്ചതാണ്. ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 1 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു അല്ലേ? ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 1:30ക്കാണോ ട്രെയിന്? ഷൊർണൂരിലേക്ക് 1:10-നാണ് ട്രെയിന്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് സമയം ഒരുപാടുണ്ട്. പറ്റിയ ഫുഡ് വല്ലതും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഓക്കെ ഗൈസ് ഞങ്ങളുടെ പ്ലാനൊക്കെ ചെറുതായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രി 1:05-നുള്ള ട്രെയിനല്ല, ഇവിടെ ഈ വരുന്ന ട്രെയിൻ 8 മണിക്കുള്ള ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഉടുപ്പിയിൽ ഇറങ്ങാം. ഉടുപ്പിയിൽ മംഗള എക്സ്പ്രസ് 1 അവർ വൈകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി പോകാൻ പറ്റും. അടിപൊളി.